അതിവേഗ റെയിൽപാതയുടെ വിശദാംശങ്ങൾ പുറത്ത്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.20 കിലോമീറ്റർ ദൂരമാണ് പാതയ്ക്കുണ്ടാവുക. യാത്രാ സമയം 3.5 മണിക്കൂറാണ്. 12 കോച്ചുകളിലായി 800 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി. പ്രദീപ്, ഈ അതിവേഗ റെയിൽപാത എന്നത് കേരളത്തിന്റെ വലിയ സ്വപ്നമാണ്. തിരുവനന്തപുരം മുതൽ, അതായത് പൂജപ്പുര മുതൽ, പൂജപ്പുരയിൽ റെയിൽവേ ലൈൻ ഇല്ലാത്തൊരു സ്ഥലമാണ്, മുണ്ടയാടേക്ക് കണ്ണൂരേക്ക് പോകുന്നത്. എങ്ങനെയാണ് അതിന്റെ അലൈൻമെന്റ്? നിലവിലെ പാതയോട് ചേർന്നായിരിക്കുമോ അതോ പുതിയ പാതയാണോ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ ചലനത്തിന് വേഗത കൂട്ടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പദ്ധതിയാണ് അതിവേഗ റെയിൽപാത. കേരള ഹൈസ്പീഡ് റെയിൽ എന്ന പദ്ധതിയുടെ വിശദ പഠന റിപ്പോർട്ട് ഇന്നലെയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ ജില്ലയിലെ മുണ്ടയാട് വരെയാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത്. ഡബിൾ ലൈനായിട്ട്, ഇരട്ടപ്പാതയായിട്ടായിരിക്കും ഈ അതിവേഗ റെയിൽപാത പണിയുക. 23 സ്റ്റേഷനുകളാകും ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഈ റെയിൽപാത പണിയാൻ ഇ ശ്രീധരൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലോകത്തിലെ ആധുനിക റെയിൽവേ സംവിധാനങ്ങളെല്ലാം തന്നെ, ആധുനിക ഹൈസ്പീഡ് റെയിൽവേകളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ഗേജിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് കേരളത്തിലും ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ സ്റ്റാൻഡേർഡ് ഗേജിൽ എപ്പോൾ വേണമെങ്കിലും അപ്ഗ്രഡേഷൻസ്, അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർക്കാനും മറ്റും സാധിക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, തിരുവനന്തപുരം നഗരത്തിൽ 6.5 കിലോമീറ്റർ ദൂരം മാത്രമാകും ഇത് ഭൂമിയിലൂടെ അല്ലെങ്കിൽ ടണലിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്. ബാക്കി മൊത്തം പാതയും ആകാശമാർഗമായിരിക്കും, അതായത് ഉയരപ്പാതയായിട്ടായിരിക്കും കടന്നു പോവുക. സംസ്ഥാനത്തെ കണ്ണൂർ ഒഴികെ 3 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും ഈ അതിവേഗ റെയിൽപാത കടന്നു പോവുക. കണ്ണൂർ റെയിൽവേ വിമാനത്താവളത്തിന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറിയാണ് ഹൈസ്പീഡ് റെയിൽ കടന്നു പോകുന്നത്. ഈ ഹൈസ്പീഡ് റെയിലിനെയും കണ്ണൂർ വിമാനത്താവളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി 10 കിലോമീറ്റർ ഏറ്റവും മികച്ച തരത്തിൽ റോഡ് നിർമ്മിക്കണമെന്ന് ശുപാർശയുണ്ട്. 3.5 മണിക്കൂറാണ് തിരുവനന്തപുരം പൂജപ്പുര മുതൽ മുണ്ടയാട് വരെയുള്ള യാത്രാ സമയം കണക്കാക്കിയിരിക്കുന്നത്. സ്റ്റേഷനുകൾ തമ്മിലുള്ള ശരാശരി അകലം എന്ന് പറയുന്നത് 21.5 കിലോമീറ്റർ ആണ്. അതായത് ഈ പാത കടന്നു പോകുന്ന വഴിയിലുള്ള ഏതാണ്ട് എല്ലാ ആളുകൾക്കും അതിവേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പരമാവധി ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ. അതേസമയം അതിന്റെ ഒരു ഓപ്പറേഷണൽ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 180 കിലോമീറ്റർ ആണ്. 12 കോച്ചുകളാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. 12 കോച്ചുകൾ ഉള്ള ഒരു ട്രെയിനിൽ 800 യാത്രക്കാർക്ക് യാത്ര ചെയ്യാം. പിന്നീട് ഇത് 16 കോച്ചുകൾ വരെ ആവാം. ആദ്യഘട്ടത്തിൽ 20 മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഓടിക്കാൻ സാധിക്കും. ഇത് 5 മിനിറ്റ് വരെയുള്ള ഇടവേളകളിൽ ട്രെയിൻ ഓടിക്കാൻ സാധിക്കും. 20 മിനിറ്റ് ഇടവേളയിലാണ്, അതായത് തിരക്കേറിയ സമയങ്ങളിൽ 20 മിനിറ്റും തിരക്കില്ലാത്തപ്പോൾ 40 മിനിറ്റും എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഈ സമയക്രമം അനുസരിച്ച് ഓടിച്ചാൽ ഒരു ദിവസം 54,400 യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അതിവേഗ റെയിലിൽ നിന്ന് യാത്രയുണ്ടാവില്ല. മുൻകൂട്ടി റിസർവ് ചെയ്ത് ഇരുന്നുകൊണ്ടുള്ള യാത്ര മാത്രമാകും ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 20 മീറ്റർ വീതിയിൽ മാത്രം ഭൂമി ഏറ്റെടുത്താൽ മതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി. മാത്രമല്ല, നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഈ ഭൂമി ഉടമയ്ക്ക് ലീസിന് കൈമാറുകയും ചെയ്യും. പരിമിതമായ തോതിൽ ഇവിടെ കൃഷിയും ചെറു നിർമ്മാണങ്ങളുമൊക്കെ അനുവദിക്കാമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. ആകെ 60,000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ 34,000 കോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി വരും. ബാക്കി 24,000 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്താമെന്നുള്ള നിർദ്ദേശവും ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നു. കൂടാതെ ലോകത്തെ ആദ്യ ഗ്രീൻ റെയിൽ ഇടനാഴി എന്ന വിശേഷണത്തോടുകൂടിയാണ് ഈ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് സോളാർ ഉപയോഗിച്ചാകും ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുക. ഈ പദ്ധതിയിൽ ഉപയോഗിച്ചതിന് ശേഷമുള്ള സോളാർ എനർജി അല്ലെങ്കിൽ വൈദ്യുതി KICDക്ക് വിൽക്കാനാകുമെന്നും കണക്കാക്കുന്നു. 127 കോടി രൂപയാണ് 1 കിലോമീറ്റർ റെയിൽവേ ലൈൻ പണിയുന്നതിനുള്ള തുകയായി കണക്കാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പദ്ധതി പൂർത്തിയായതിനു ശേഷം കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് ഇത് നീക്കാം. കോഴിക്കോട് നിന്ന് കൽപ്പറ്റയിലേക്ക്, അതുപോലെ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക്, തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക്, അങ്ങനെ 2ാം ഘട്ടങ്ങളിൽ പദ്ധതി നീട്ടുന്നതിനെ കുറിച്ചും ഈ DPR വിഭാവനം ചെയ്യുന്നു. പ്രദീപ്, ഈ ഭൂമി ഏറ്റെടുക്കൽ അതാണല്ലോ വളരെ പ്രധാനം. അവസാന ഭാഗത്ത് പറഞ്ഞ 20 മീറ്റർ വീതിയായിരിക്കും ഉണ്ടാവുക. ആ ഭൂമി പിന്നീട് അതിൻ്റെ ഉടമയ്ക്ക് ലീസ് നൽകാം. നിയന്ത്രിതമായി കൃഷി ചെയ്യാം. ഇപ്പോൾ നമ്മൾ വലിയ ഇലക്ട്രിക് ലൈനൊക്കെ കടന്നു പോകുമ്പോൾ KCBയുടെ പ്രൊജക്റ്റുകളിൽ വലിയ ലൈൻ കടന്നു പോകുന്നതിൻ്റെ കീഴ്ഭാഗത്ത് ഇപ്പോഴും ചെറിയ കപ്പ പോലെയൊക്കെ കൃഷി ചെയ്യാനൊക്കെ പറ്റും. വലിയ മരങ്ങളൊന്നും അവിടെ വളർത്താൻ കഴിയുകയുമില്ല. അങ്ങനെ നിയന്ത്രിതമായി വിട്ടുകൊടുക്കാമെന്നൊക്കെ പറയുമ്പോഴും ഇതൊരു പുതിയ പാതയാണോ? പുതുതായി കേരളത്തിലാകെ ഇത്രയും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമോ? അതോ നിലവിലെ പാതയോട് ചേർന്നുള്ള സ്ഥലമാണോ ഇതിനുവേണ്ടി വിനിയോഗിക്കുക?
ഇല്ല, പുതുതായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമോ, നിലവിലെ പാതയോട് ചേർന്നുള്ള സ്ഥലമാണോ എന്നുള്ളത് ഈ DPRൽ പറയുന്നില്ല. അതേസമയം എല്ലായിടത്തും നിലവിലെ പാതയോട് ചേർന്നാവാൻ വഴിയില്ല. കാരണം നിലവിലെ പാതയോട് തന്നെ ചേർന്ന് പോയാൽ ഈ പറയുന്ന 473 കിലോമീറ്റർ കൊണ്ട് പൂജപ്പുര മുതൽ മുണ്ടയാട് വരെ എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രദേശങ്ങളിൽ എങ്കിലും പുതുതായുള്ള, അതായത് നിലവിലെ പാതയോട് ചേർന്നല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൂടെ ആവണം ഈ പാത കടന്നു പോകുന്നത് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് DPRൽ കൃത്യമായി പറയുന്നില്ല. എന്തായിരുന്നാലും 20 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ കൂടിയ ഒരു ഒന്നുമല്ല. നേരത്തെ കേരളിനെ സംബന്ധിച്ച് 100 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുമെന്നൊക്കെ വലിയ പ്രചാരണം വന്നപ്പോഴാണ് വലിയ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായത്. 20 മീറ്റർ എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് കണക്കുകൂട്ടൽ. മാത്രവുമല്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശം പോലും ഒരു പക്ഷേ പൂർണ്ണമായും ഈ റെയിലിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരില്ല. പരിമിതമായ തോതിലെങ്കിലും ഉടമയ്ക്ക് കൂടി ഉടമസ്ഥാവകാശം. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി പുറത്തുവന്ന വിവരങ്ങളാണ് പ്രദീപ് ജോസഫ് പങ്കുവയ്ക്കുന്നത്.